Hi friends, welcome to Sumis Tips and Talks. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് 10 പൈസ ചിലവിലാണ്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഷീറ്റ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷീറ്റ് മാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീറ്റ് മാസ്ക് ഇന്ന് ഓൺലൈൻ വഴിയാണ് കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങുന്നത്. 99 രൂപ മുതലുള്ള ഷീറ്റ് മാസ്ക് ഇന്ന് അവൈലബിൾ ആണ്. പല എസെൻഷ്യൽ ഓയിൽസും അതേപോലെ പല കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഫക്റ്റ് ഉള്ള ഒരുപാട് ഷീറ്റ് മാസ്ക് ഇന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഷീറ്റ് മാസ്ക് റീയൂസബിൾ ടൈപ്പാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് ഓരോ കണ്ടൻസ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഷീറ്റ് മാസ്ക് ഒരുപാട് യൂട്യൂബേഴ്സ് കാണിച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ മറ്റേ കിച്ചൺ യൂസിനുള്ള ടിഷ്യൂ പേപ്പർ അല്ലാതെ പെട്ടെന്ന് കീറിപ്പോവില്ലേ, അല്ലെങ്കിൽ പിന്നെ വേറെ ടിഷ്യൂ വാങ്ങേണ്ടി വരും. വേറെ ടിഷ്യൂ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വളരെയധികം ടൈമും പോവും പൈസയും പോവും. അതിലും ഭേദം നമുക്ക് ഓൺലൈൻ വഴി വാങ്ങുന്നതായിരിക്കും. ഇനിയിപ്പോൾ 10 പൈസ ചിലവില്ലാതെ ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ കോട്ടൺ മുണ്ടാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്ന പീസാണിത്. എന്ന് വെച്ചാൽ പഴയ മുണ്ട് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല തിന്നുമായിരിക്കും. നമുക്കെന്താ എന്തെങ്കിലും ഇതിൽ എസെൻഷ്യൽ ഓയിൽസ് കണ്ടൻസൊക്കെ ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വലിച്ചെടുക്കുകയും അതായത് നമ്മുടെ സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ ഇത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് എന്ത് തുണിയാണുള്ളത്, കോട്ടനായിട്ട് നോക്കുക. മുണ്ട് തന്നെ വേണമെന്നില്ല, ഇതേപോലെ എന്ത് തുണിയാണെങ്കിലും മതി. കോട്ടനായിട്ട് നല്ല സോഫ്റ്റ് ഇതേപോലെ തിന്നായിട്ടുള്ള നമുക്കെടുക്കാം. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ടും മടക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നമ്മുടെ കണ്ണ് മൂക്കും വായൊക്കെ വരേണ്ട വെച്ചാൽ അത് ആദ്യം എടുക്കുക. തിരിച്ച് ഏത് ഭാഗം അടിയിലെ ഭാഗം വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഞാനിവിടെ വിരലിൻ്റെ അളവെടുത്തിട്ടാണ്. ഇപ്പം വിരൽ കൊണ്ട് നമ്മൾ നെറ്റിന്ന് മൂക്ക് വരെയും കണ്ണിൻ്റെയും അതിൻ്റെ ചുണ്ട് അതൊക്കെ അളന്ന് ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ മൂക്കും ചുണ്ടൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് മൂക്കാണ്. മൂക്കിനിട്ട് ഞാനിപ്പോൾ അളന്നെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് താഴെ വേണമെങ്കിൽ അതെടുക്കാം, മേൽഭാഗം വേണമെങ്കിൽ അതെടുക്കാം. നിങ്ങളെ നോക്കിയിട്ട് അതെടുക്കുക. നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഞാൻ അളന്നെടുത്തെന്ന് പറഞ്ഞില്ലേ വിരൽ കൊണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ ഇതേപോലെ ചെറിയൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ചെറിയൊരു അളവിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ആദ്യം തന്നെ വലിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് വലുതായിരിക്കും. ചെറുതാണെങ്കിൽ നമുക്ക് സാവധാനം വേണമെങ്കിൽ ഇത്തിരി കൂടി കട്ട് ചെയ്ത് നമുക്ക് വലുതാക്കി എടുക്കാം. ഞാനൊരു വി ഷേപ്പിലാണ് മൂക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മൂക്ക് വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂക്കിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ചുണ്ടും ഇതേപോലെ വെട്ടിയെടുക്കാം. ചുണ്ടും ഇതേപോലെ ഒരു എന്താ ചുണ്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് ചിരിക്കണ രീതിയിലുള്ള ഇതിൽ വെട്ടിയെടുക്കാം. ചെറിയ രീതിയിൽ തന്നെ വെട്ടുക, അധികം വലുതായി വെട്ടണ്ട, ചെറിയ രീതിയിൽ വെട്ടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് വെട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ചുണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ചുണ്ടും മൂക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കണ്ണാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. ആ മടക്കിയ ഭാഗത്തിൻ്റെ മേളിൽ നിന്ന് കണ്ണ് വരേണ്ട ഭാഗത്ത് ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ഒരിത്തിരി ഇഞ്ച് വിട്ടിട്ട് കണ്ടോ, ഒരിത്തിരി ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ വെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണും ഇപ്പോൾ വെട്ടിയിട്ടുണ്ട്. കണ്ടോ, കണ്ണും മൂക്കും ചുണ്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിലാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്കിത് മുഖത്തിൻ്റെ ഷേപ്പിൽ റൗണ്ടിൽ വേണമെങ്കിൽ ഈ സ്ക്വയർ റൗണ്ടാക്കിയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് കറക്റ്റ് മുഖത്ത് മാത്രം ഫിറ്റാണ് രീതിയിലാവും. അല്ലെങ്കിൽ ഫുള്ള് ഞാൻ ഇട്ടേക്കുന്ന കാര്യം ഞാൻ നെക്കിലും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷീറ്റ് മാസ്കിൻ്റെ നെക്കിലും കൂടി ഞാൻ ഇടുന്ന ഇത് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കണ്ണ് ഇത്തിരി കൂടി വലുതാക്കണമെന്നുണ്ടെങ്കിൽ കണ്ണ് ഇത്തിരി കൂടി വലുതാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ മടക്കുക രണ്ടായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിരലടയാളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഒരു പെൻസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ണ് അതിനുശേഷം മൂക്കിൻ്റെ ആ ഒരു 3 ഇഞ്ച് വിട്ടിട്ട് മൂക്ക്, അതിൻ്റെ 1 ഇഞ്ച് വിട്ടിട്ട് ചുണ്ട്. മൂക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി വലുതാക്കാം. കണ്ണും ഇതേപോലെ തന്നെ ഇത്തിരി വലുതാക്കണമെങ്കിൽ വലുതാക്കാം. കണ്ണിൻ്റെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണ് നമുക്ക് ഇതേപോലെ വെട്ടിയെടുക്കാം.
മൂക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതിലല്ലെങ്കിൽ മൂക്ക് ഇത്തിരി വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും വി ഷേപ്പിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ വി ഷേപ്പ് കട്ട് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഒരു ജസ്റ്റ് ഒന്നും കൂടി നീളത്തിലൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് മൂക്ക് ഇതേപോലെ നമുക്ക് വലുതായിട്ട് കിട്ടും. ഫസ്റ്റ് ടൈം വി ഷേപ്പിലും അതേപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു കട്ട് മാത്രം കൊടുത്താൽ മതി. ചുണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിലെന്തെങ്കിലും വലുതാക്കണമെങ്കിൽ അതേപോലെ വലുതാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഷീറ്റ് മാസ്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഓരോ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ കണ്ടൻസ് എസെൻഷ്യൽ ഓയിൽസിൽ നമുക്കിത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസിൽ മുക്കി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതാണ്. അത് ഞാനിതിൻ്റെ മുഖത്ത് എന്താ പറയുക ഒട്ടിക്കിച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്തിരി നീളത്തിലെടുക്കുന്നത് ഞാൻ നെക്കിലും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഇതാക്കിയത്. നിങ്ങൾക്ക് ഫേസിൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളുടെ താടിയുടെ ആവശ്യം 2 കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഫേസിൻ്റെ കറക്റ്റ് ഭാഗത്തിൽ ഇരുന്നോളും. നമ്മളിത് ഒട്ടിക്കുമ്പോൾ ആദ്യം കണ്ണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കണ്ണാണ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ബാക്കിയൊക്കെ നമുക്ക് സാവധാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. തണ്ണിമത്തൻ്റെ ജ്യൂസിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ഇതേപോലെ മിക്സ് ചെയ്തിട്ട് 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് കൂളാവും. എന്നിട്ട് ഇത് മുഖത്ത് വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വെക്കുക. ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. സ്കിന്നിൽ നല്ല ഒരു റിസൾട്ടായിരിക്കും, നല്ല എഫക്റ്റ് ഉണ്ടാവും. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആകാനായിട്ട് ഈ മാസ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാവർക്കും ഷീറ്റ് മാസ്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.